ഇപ്പോൾ നമ്മൾ കാണുന്നത് തെന്നിന്ത്യൻ ഗ്ലാമർ റാണിയായിരുന്ന സിൽക്ക് സ്മിതയുടെ ഒരു വശ്യത നിറഞ്ഞിട്ടുള്ള ഒരു മുഖമാണ്. 1960 മുതൽ 1996 വരെയായിരുന്നു അവർ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നത്. ആന്ധ്രാപ്രദേശിലാണ് അവർ ജനിച്ചത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകൾ കൂടാതെ തന്നെ ബോളിവുഡ് സിനിമകളിലും അവർ വേഷമിട്ടു. ഒരു ഗ്ലാമർ നടിയായിരുന്നു. സെക്സ് സിനിമകളിലായിരുന്നു അധികം അവർ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അവരുടെ സിനിമകൾ അധികവും നമുക്ക് അങ്ങനെ ഒരു കഥാപാത്രത്തെയാണ് അവരെപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു സെക്സ് സിംബലായിരുന്നു. 1980-ൽ ഇത്തരം വേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള അഭിനേത്രിയായിരുന്നു ഇവർ. ഏകദേശം 17 വർഷം അവർ അഭിനയിച്ചു. 550-ലധികം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. 1996 ചെന്നൈയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് അവർ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് അറിയുന്നത്. അവർ മരിച്ചു കിടക്കുമ്പോഴും അവർ മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം ആളുകൾ തിരിച്ചറിയാതെ അവർ അവരുടെ ശരീരത്തിനെയായിരുന്നു അധികം പേർക്കും അപ്പോൾ ഫോട്ടോയും വീഡിയോയും എടുക്കേണ്ടിയിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കിടക്കുമ്പോൾ പോലും ആളുകൾ അവരെ വെറുതെ വിട്ടില്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമാണ് ഒരു സിനിമയിൽ കാണിക്കുന്നത്. അതിന് അവർക്ക് സൗന്ദര്യം വേണം, കലാപരമായിട്ടുള്ള കഴിവുകൾ വേണം, ഭാഗ്യം വേണം, സ്വാധീനം വേണം. ഇതൊക്കെ നേടിയെടുത്ത് ഒരു നിലയിലെത്തുമ്പോൾ ആളുകൾ അവരെ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ സംഘർഷങ്ങൾ മനസ്സിലാക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. വലിയ വലിയ ആളുകളായതുകൊണ്ട് സംഘർഷങ്ങൾ എല്ലാവരോടും തുറന്നു പറയാൻ അവർക്ക് പറ്റില്ല. അവസാനം ആത്മഹത്യ ചെയ്യാല്ലാതെ വേറെ നിവൃത്തിയില്ല. അവർ നല്ല കഴിവുള്ള ഒരു കലാകാരിയായിരുന്നു. പക്ഷേ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്തെന്നുള്ളത് നമുക്കറിയില്ല. പലവരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള സംഘർഷങ്ങളാണ് ഉള്ളത്. അതെല്ലാവരും തുറന്നു പറയാൻ കഴിയില്ല. അതാണ് പരാജയം. സിൽക്ക് സ്മിത അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു.